അതിരാവിലെ ഈ യാത്ര എങ്ങോട്ടാണെന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇംഗ്ലണ്ടിലെ ദേശീയോദ്യാനമായ ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ബൻകാത്ര മൗണ്ടൻ നിരകൾ കീഴടക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ. ഇവിടുന്നും സംഘടിപ്പിച്ച ട്രെക്കിംഗ് ഷൂസും വാക്കിംഗ് സ്റ്റിക്കും ഒക്കെ കൊണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. യാത്രയുടെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ കാഠിന്യം ഞങ്ങൾ അനുഭവിച്ചു തുടങ്ങി. വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ ചുവടും വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോയ ക്ലൈമറ്റ് വളരെ കാഠിന്യമേറിയ ക്ലൈമറ്റായിരുന്നു. കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നൊരു ക്ലൈമറ്റ്. ഇപ്പോഴീ വീഡിയോയിൽ കാറ്റും മഴയും ഒന്നും കാണുന്നില്ലെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഓരോ സ്റ്റെപ്പും കയറിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ ഓരോ ചുവടുകൾ വെക്കും തോറും അതിൻ്റെ മുകളിലുള്ള മനോഹരമായ കാഴ്ചകൾ വളരെയധികം നമ്മളെ ആസ്വദിപ്പിക്കുന്ന ഒന്നാണ്. എല്ലാ യാത്രാപ്രേമികളും മസ്റ്റ് വിസിറ്റ് സ്ഥലമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരെണ്ണമാണ് ബൻകാത്ര. യാത്രയുടെ ആദ്യ കുറച്ച് ഡിസ്റ്റൻസ് വളരെ കാഠിന്യമേറിയതല്ലായിരുന്നു. ഒടുവിൽ ഞങ്ങൾ കുറേ യാത്രയ്ക്ക് ശേഷം ഒരു തടാക തീരത്തെത്തി. എന്നാൽ തടാകം തീർത്തും കാണാൻ പറ്റാത്തത്ര കോടയും മഞ്ഞുമായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ കോട മാറി. ആ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഏതൊരു ബ്ലോഗർ പറഞ്ഞ പോലെ, നോക്ക് സുഹൃത്തുക്കളെ, ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണാതെ നമ്മൾ ഈ ഭൂലോകം വിട്ടു പോയാൽ എന്തർത്ഥമാണുള്ളത്? ഈ തടാകത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് നമ്മുടെ വഴി രണ്ടായി പിരിയാം. സ്റ്റീപ്പ് എഡ്ജ് വഴി പോകേണ്ടവർക്ക് സ്റ്റീപ്പ് എഡ്ജായും, നോർമൽ വാക്ക് വേയിൽ ഇത്തിരി ഡിസ്റ്റൻസ് കവർ ചെയ്ത് നമുക്ക് ബൻകാത്ര മൗണ്ടൻ്റെ ടോപ്പിലെത്താം. നമുക്ക് ഭയങ്കര ആവേശം കൂടുതലായത് കാരണം ഞങ്ങൾ സ്റ്റീപ്പ് എഡ്ജ് വഴിയുള്ള വഴി തിരഞ്ഞെടുത്തു. വളരെ കുത്തനെയുള്ള ഇറക്കം. ഓരോ അടിച്ചുകൂട് മുമ്പോട്ട് വെക്കുന്തോറും നമുക്കത് ഈ കാഴ്ചകളിൽ കാണാം. ഈ അരുവി ബൻകാത്രയുടെ ഏറ്റവും താഴെയാണുള്ളത്. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് മേലോട്ട് പോകുന്തോറും കാഠിന്യം കൂടിക്കൂടി വന്നു. എന്നിരുന്നാലും ഇതിൻ്റെ ഉയരങ്ങളിൽ നിന്നുള്ള കാഴ്ച എല്ലാവരെയും ഒരു ടൈം ആ സ്ഥലത്തേക്ക് ആകർഷിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇതിൻ്റെ ടോപ്പിൽ ഓരോ ചുവട് കയറുന്തോറും നമ്മൾ അവിടുത്തെ കാഴ്ച ആസ്വദിക്കാൻ 5 മിനിറ്റെങ്കിലും നിൽക്കും. അതാണ് ബൻകാത്രയുടെ വശ്യ സൗന്ദര്യം. സ്റ്റീപ്പ് എഡ്ജ് എന്ന് കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയെങ്കിലും ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് പോകുന്തോറും കാഠിന്യം നമുക്ക് അനുഭവിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം കാഠിന്യമായ സ്റ്റെപ്പുകൾ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ നമുക്ക് വേറെ ചോയ്സ് ഇല്ലാണ്ടായി. ട്രയാങ്കിൾ ഷേപ്പിൽ ഏറ്റവും കൂർത്ത അറ്റം, ആ അറ്റത്തുകൂടെ നമ്മൾ നടന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് ബൻകാത്രയിലെ യാത്ര. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ 868 അടി താഴ്ചയിലേക്ക് നമ്മൾ നിലംപതിക്കും. പ്രത്യേകിച്ച് ബൻകാത്രയിൽ പോകുമ്പോൾ ക്ലൈമറ്റ് നോക്കാണ്ട് ആരെയും പോകരുതെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓരോ റോക്കിലും വഴുക്കലുണ്ട്. ഒന്ന് സ്ലിപ്പായ നമ്മൾ താഴേക്ക് പതിക്കും. അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ കുറച്ച് മലകൾ, പാറക്കെട്ടുകൾ എല്ലാം കടന്നെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് മനസ്സിലായി വി ആർ സ്റ്റക്ഡ്, ദെയർ ഈസ് നോ ഗോ ബാക്ക്. തിരിച്ചിറങ്ങൽ ഒരിക്കലും അസാധ്യമായിരുന്നു. തിരിച്ചിറങ്ങുന്നതിനെക്കാട്ടിയും എളുപ്പം മല കയറി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തിരിച്ചിറങ്ങാൻ നിന്നാൽ നമ്മൾ താഴേക്ക് പോകുന്നത് 100% ഉറപ്പാണ്. അതുവരെ ഫാമിലിയെയും കുട്ടികളെയും സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും ആലോചിക്കാതെ നിൽക്കുന്ന സുഹൃത്തുക്കൾ അതെല്ലാം ആലോചനയിലെത്തി. ഇനി അവരെ കാണാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതികൾ വരെ സുഹൃത്തുക്കളുടെ അടുത്തെത്തി. എന്നാൽ പലയിടത്തായി തെറ്റുകയും വഴുക്കുകയും ഒക്കെ ചെയ്തെങ്കിലും വളരെ സ്ലോലി നമ്മൾ ഓരോ സ്ഥലം പിന്നിടുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു ആത്മധൈര്യവും ആ ഒരു ദൃശ്യവശ്യ സൗന്ദര്യവും എല്ലാം നമ്മളെ കുളിരണിയിക്കുന്നതായിരുന്നു. എന്നാൽ ബൻകാത്രയിലേക്ക് യാത്ര ചെയ്യുന്ന ഓരോ സുഹൃത്തുക്കളോടും പറയുന്നു, ക്ലൈമറ്റ് മസ്റ്റായും നോക്കിയിരിക്കണം. സ്റ്റീപ്പ് എഡ്ജ് പേടിയുള്ളവർ സ്റ്റീപ്പ് എഡ്ജ് പോവാതെ എളുപ്പമുള്ള വഴിയിൽ കൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. At the end we stuck that one point. We can go up, we can't go down. We stuck in this point. കൂട്ടുകാരൻ അവിടെ സ്റ്റക്കായിട്ടുണ്ട്. ഇവനെ ഞാൻ എങ്ങനെ മുകളിലെത്തിക്കും എന്നുള്ള ചിന്തയാണ് എനിക്കും കൂടെ ഉള്ളവർക്കും. ഒടുവിൽ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഏറ്റവും ടോപ്പിലെത്തി. അവിടെ ചെന്ന് മാൻഡേറ്ററി പിക്ക് എടുത്ത് യാത്ര അവസാനിപ്പിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ് അച്ചച്ചൻ വ്ലോഗ്സ്.